കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിൽ പൊതുവെ കാർഷിക രംഗം തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുക. കർഷകർ തങ്ങളുടെ ആ മേഖലയിൽ നിന്നും മാറി നിൽക്കുന്നു, വിട്ടു നിൽക്കുന്നു. കർഷകർ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങൾ. രണ്ട് സർക്കാരുകളും, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും കേരളം ഭരിക്കുന്ന സർക്കാരുകളും ഈ കർഷകരുടെ വിഷയത്തിൽ നിസ്സംഗത പാലിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. അതൊരു വസ്തുതയാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ല എങ്കിൽ കർഷകർ ആ മേഖലയിൽ നിന്നും വിട്ടുപോകും. സ്വാമിനാഥൻ, യശശരീരനായ സ്വാമിനാഥൻ, മലയാളിയായ സ്വാമിനാഥൻ ഒരു പഠന റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഉൽപാദന ചെലവിൻ്റെ 50% പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള സംരംഭങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലയിലാണെങ്കിലും വ്യാപാര മേഖലയിലാണെങ്കിലും അവൻ്റെ മൂലധനത്തിൻ്റെ 50% അവന് പ്രോഫിറ്റായിട്ട് കിട്ടണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 50% ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വ്യാപാരമാണേലും വ്യവസായമാണേലും ഏത് മേഖലകളാണെങ്കിലും പിടിച്ചു നിൽക്കുകയുള്ളൂ. ഈ അടിസ്ഥാന തത്വശാസ്ത്രം കർഷകർക്കും ബാധകമാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ അവൻ്റെ ഉൽപാദന ചെലവ്, അവൻ്റെ അധ്വാനം, അതിനോടൊപ്പം തന്നെ 50% പ്രോഫിറ്റും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ നിലനിൽക്കുകയുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉൽപാദന ചെലവ് പോലും കർഷകന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് സ്വയം അധ്വാനിക്കുന്ന കർഷകന്റെ അധ്വാന ചെലവ് മാറ്റിവെച്ചാൽ മറ്റു ചെലവുകൾ പോലും ലഭിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് ഭാരതത്തിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. കൂലി കൊടുത്ത് ഒരു കർഷക തൊഴിലാളിയെ കൂലി കൊടുത്ത് നിർത്തി അധ്വാനിപ്പിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ താങ്ങാൻ പറ്റാത്ത കൂലിയാണ് കേരളത്തിൽ. 1000 രൂപയും 1200 രൂപയും ഒക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ ദിവസക്കൂലി. അത് കൂലി വർദ്ധിപ്പിക്കരുത് എന്ന് പറയാനും പറ്റത്തില്ല, കാരണം ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ 1000 രൂപ കൊടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അതിൻ്റെ റിട്ടേൺ, ന്യായവില ലഭിക്കുന്നില്ല. ആ മുടക്ക് മുതൽ തിരികെ ലഭിക്കുന്നില്ല. കാർഷിക വൃത്തി എന്ന് പറയുന്നത് ലാഭകരമല്ലാതായി തീർന്നിരിക്കുന്നു. യുവജനങ്ങൾ ആരും ഇപ്പം കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. കർഷകന്റെ പുത്രൻ കർഷകനാകുന്നില്ല. ഡോക്ടറുടെ മക്കൾ ഡോക്ടർമാരും, വക്കീലിൻ്റെ മക്കൾ വക്കീലന്മാരും, രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരുമായി വരുന്ന ഒരു സാഹചര്യം ലോകത്ത് ഇവിടെ ഉണ്ട്, ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും കർഷകന്റെ മക്കളാരും കാർഷിക വൃത്തിയിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യമുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കർഷകന്റെ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ മക്കളിൽ ഒരാളെയെങ്കിലും കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് മാതാപിതാക്കൾ തയ്യാറാകുമായിരുന്നു. പ്രത്യേക പിതാക്കന്മാർ അതിനുവേണ്ടി ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ന് ഒരു കർഷകനും അവൻ്റെ മക്കളിൽ ആരും കൃഷി മേഖലയിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുക. അത് ബാങ്കിൽ നിന്ന് സ്ഥലം, വീട് വെച്ച് ലോൺ എടുത്താണേലും മക്കളെ എല്ലാം വിദേശത്തേക്ക് അയക്കുക. ഇവിടെ നിലനിൽപ്പിന് ഒരു മാർഗമില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, പ്രത്യേകിച്ച് സർക്കാരുകൾ ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. ഗഹനമായ പഠനം ആവശ്യമുണ്ട്. വിദേശത്തേക്ക്, പ്രത്യേകിച്ച് കാനഡ, അമേരിക്ക, UK, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായിട്ട് പോകുന്ന യുവാക്കള് അവർ തിരിച്ചു വരില്ല. അവർക്ക് അവിടെ പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാം. പഠനം കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായി ജോലി ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവർക്ക് അവിടെ PR കിട്ടും. അങ്ങനെ PR ലഭിച്ചു കഴിഞ്ഞാൽ ആ യുവാക്കളാരും തിരിച്ചു വരില്ല. ഇതിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബൗദ്ധിക ശക്തി നാട്ടിൽ നിന്ന് ഒഴുകിപ്പോവുക. അവരെ നമ്മളിവിടെ പിടിച്ചു നിർത്തണം. മാന്യമായ ഒരു ജോലിയും മാന്യമായ ഒരു സമ്പാദ്യവും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ യുവാക്കൾ ആരും പുറത്തേക്ക് പോകില്ല. മാതാപിതാക്കൾ ആരും ലോൺ എടുത്ത് മക്കളെ പുറത്തേക്ക് വിടാൻ പ്രേരിപ്പിക്കത്തുമില്ല. ഇവിടെ കേരളദേശം പാർട്ടി വിഭാവനം ചെയ്യുന്ന, കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകണം.
പ്രീ ഡിഗ്രി മുതൽ +2 മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചി അനുസരിച്ച് ജോലിയും കൂടെ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം പഠിക്കുമ്പോൾ തന്നെ ആ പഠന ചെലവുകൾ ഈ ജോലിയിലൂടെ കണ്ടെത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അത് കേരള സർക്കാർ വളരെ അടിയന്തരമായി ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖല 2 മന്ത്രിമാരുണ്ട് നമുക്ക് കേരളത്തിൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സാധാരണ. ഇവർ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അഡ്രസ് ചെയ്യണം. വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സാമ്പത്തിക വിദഗ്ധരുമുള്ള കേരളത്തിൽ ഇവരുടെ എല്ലാ അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടത് ഒരു സാഹചര്യമാണ്. ഇല്ലെങ്കിൽ കേരളം വൃദ്ധാലയമായി മാറും. ഇവിടുത്തെ യുവജനങ്ങളെല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ അറിയാം. കേരളത്തിൽ എത്രയെത്രയോ ഭവനങ്ങളാണ് വിൽക്കാനായി കിടക്കുന്നത്. യുവാക്കളില്ല. വൃദ്ധരെ കൊണ്ട് മാത്രം കഴിയുന്ന ധാരാളം ഭവനങ്ങൾ, വൃദ്ധസദനങ്ങൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുകയും +2 മുതൽ +1 മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യം അവരുടെ അഭിരുചി അനുസരിച്ച് ഉള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. കൃഷിയോട് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ, കൃഷി മേഖലയോട് നല്ല മിടുക്കരായ കുട്ടികളുണ്ട്, അവർക്ക് ആ മേഖലയിൽ കാർഷിക വൃത്തിയിൽ രംഗത്ത് വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അവർക്ക് യാവന ആ മേഖലയിൽ നിന്നും അവരുടെ അനുദിന ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം സർക്കാരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് ന്യായവില, MSP മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ല വേണ്ടത്, ന്യായവില. അവൻ്റെ ഉൽപ്പന്നം, അത് കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും നെല്ലാണെങ്കിലും. ഇപ്പം കേരളത്തിലെ വിഷയം എന്തുവാ? നെല്ല് ഉൽപ്പാദിപ്പിച്ച നെൽകർഷകരുടെ നെല്ല് വാങ്ങിച്ചിട്ട് അതിൻ്റെ തുക കൊടുക്കുന്നില്ല. അടുത്ത കൃഷി ഇറക്കേണ്ട സമയമായി. കർഷകൻ നെട്ടോട്ട് ഓടുക. അവന് ബാങ്കുകളിൽ നിന്നും കടം എടുത്തിരിക്കുന്നതിൻ്റെ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു തൊഴിലാളി പാർട്ടി, ഇടതുപക്ഷ മുന്നണി തയ്യാറാകുന്നില്ല. അതിനകത്ത് കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന, കർഷക പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഉണ്ടെങ്കിലും അതിലെ നേതാക്കന്മാരോടും സ്നേഹബുദ്ധിയ ഉള്ള എൻ്റെ ഒരു അഭ്യർത്ഥന ഇതാണ്: കർഷകരെ സംരക്ഷിക്കുന്ന, അന്നം തരുന്നവരാണ് കർഷകർ. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അവരിവിടെ MLA ആകാനോ മന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടല്ല അവർ മണ്ണിൽ അധ്വാനിക്കുന്ന. അവർ നിലനിന്നില്ല എങ്കിൽ ഭാരതം ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ നിന്ന് പുറത്തു പോകും. ദാരിദ്ര്യമാണ് ഇവിടെ ഉണ്ടാകുക. നമ്മുടെ നിലനിൽപ്പിന്, ഇവിടുത്തെ മറ്റു ജനങ്ങളുടെ, രാഷ്ട്രീയക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു ജനങ്ങളുടെ എല്ലാവരുടെയും നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമുണ്ട്. ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾ, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഏറ്റെടുക്കണം. കേന്ദ്രത്തിൽ സമരം നടക്കുക, അവർക്ക് ന്യായവില ലഭിക്കുന്നില്ല. എത്ര കൃത്യമായ, കോടതി പോലും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇവരോട് സംസാരിക്കുന്നില്ല? അത്രമാത്രം അധപ്പതിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അടിമ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വർഗമാണോ കർഷകർ? ഇത് നമ്മൾ ചിന്തിക്കണം. ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്. ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ വശക്കുന്ന വയറുകൾക്ക് അന്നം തരുന്ന കർഷകനെ സംരക്ഷിക്കുന്ന സംവിധാനം ഇവിടെ നിർബന്ധമായിട്ട് ഉണ്ടാകണം. കേരളദേശം പാർട്ടി ഈ സമരപരിപാടി, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരപരിപാടിയുമായിട്ട് രംഗത്ത് വരും. റബ്ബർ കർഷകർ, നാണ്യവിള, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നാണ്യവിളയാണ് റബ്ബർ. ആ റബ്ബറിന് ന്യായവില പോട്ടെ, MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. എത്ര ഭീകരമാണ്! ജനങ്ങളുടെ വിഷയം, നാടിൻ്റെ അടിസ്ഥാന വിഷയം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭരണാധികാരികൾ രംഗത്ത് വരുന്നതിൻ്റെ ഒരു തകരാറാണിത്. ആരെയും കുറ്റം പറയുകയല്ല. പക്ഷേ പ്രതിലോമ ശക്തികൾ, ഇന്നലെ വരെ നമ്മൾ MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരുന്നവർ, ഇവിടുത്തെ പ്രതിലോമ ശക്തികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നവർ, ബസ്സിന് കല്ലെറിയുന്നവനാണ് നേതാവ്, അല്ലെങ്കിൽ ഒരു വ്യവസായശാല തകർക്കുന്നവനാണ് നേതാവ്. അങ്ങനെ ആക്കിയെടുത്തു. പ്രതിലോമ ശക്തികൾ, ക്രിയാത്മകമായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവനാണ് നേതാവ് എന്ന് പഠിപ്പിക്കേണ്ടടുത്ത് നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ് നേതാവ്. അപ്രകാരമുള്ള നേതാക്കളെ നമ്മൾ MLA മാരായിട്ടും MP മാരായിട്ടും മന്ത്രിമാരായിട്ടും തിരഞ്ഞെടുത്തു. അതിൻ്റെ പരിണിതഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുക. ഇനി വരും കാലങ്ങളിൽ സമൂഹത്തിൽ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിനിധികളായിട്ട് വരേണ്ടത് നന്മ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ,
ക്രിയാത്മകമായ നാടിന്റെ വികസനത്തിന് വേണ്ടി കൃത്യമായി നിർദ്ദേശം കൊടുക്കാൻ ഇടപെടാൻ സാധിക്കുന്ന വ്യക്തികൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത രീതിയിൽ പ്രവർത്തിക്കുന്നവർ, പ്രാക്ടിക്കൽ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും അതുപോലെയുള്ളവരും ഒക്കെയാണ് MLA-മാരായിട്ടും MP-മാരായിട്ടും മന്ത്രിമാരായിട്ടും വരേണ്ടത്. ഇനിയുള്ള കാലങ്ങളിൽ ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സുസ്ഥിരതയ്ക്ക് വേണ്ടി ഇപ്രകാരമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനായിട്ട് കേരളദേശം പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം.